ചൈനീസുകാരെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊക്കെ പോയ രാജ്യങ്ങളിലൊക്കെ പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശികളാവട്ടെ, ഇന്ത്യക്കാരാവട്ടെ, നേപ്പാളീസ് ആവട്ടെ, ചൈനക്കാർ ഇങ്ങനെ ഇതേപോലെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലൈക്ക് റെസ്റ്റോറൻറ്റ്സിലോ, നമ്മളിപ്പോൾ ഒരു കബാബ് ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ഇവിടെ സെറ്റിൽഡ് ആവുന്നുണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ജോലി തേടാൻ നോക്കുന്നുണ്ട്. അത് പക്ഷേ ചൈനക്കാരുടെ ഇടയിൽ കുറവാണ്. അവർ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോവുക, പിന്നെ അവിടെ എന്താ ചെയ്യാൻ പറ്റുക നോക്കണ്ടിട്ട് കാരണം അവരുടെ നാട് അത്രയും ഡെവലപ്ഡ് ആണ്, അവർക്ക് കുറച്ചുകൂടി എക്സ്പോഷർ അവിടെ ഉണ്ടാവും. നമ്മൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ US ആപ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ചൈനക്കാരതല്ല, അവർക്ക് സ്വന്തമായിട്ടുള്ള യൂട്യൂബ്, സ്വന്തമായിട്ടുള്ള അവരുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതന്നെ ഞാൻ പോയപ്പോൾ അവർക്ക് ഗൂഗിൾ മാപ്പ് വേറെയാണ്, ഗൂഗിള്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് എല്ലാം വേറെയാണ്. അവിടെ തന്നെ അത് നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആണ്, നമുക്ക് ചിന്തിക്കുക പോലില്ല. അല്ല, ഞാൻ നല്ലൊരു വീഡിയോ ആണ് ഫേസ് പേ ഒക്കെ. അതായത് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പേ ചെയ്ത് ഇറങ്ങുമ്പോൾ ജസ്റ്റ് കാർഡൊന്നും ടാപ്പ് ചെയ്യണം, ജസ്റ്റ് ഫേസ് കാണിച്ചു കൊടുത്താൽ ഫേസ് പേ. പിന്നെ നമ്മളെന്നാൾ പറഞ്ഞില്ലേ, വിചാറ്റാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സൂപ്പർ ആപ്പ് ആണ് അത്. ഗൂഗിൾ പേ പോലെയും മെട്രോ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന വിചാറ്റ് തന്നെയാണ്. വിചാറ്റ് ആണ് ചൈനയിൽ നിങ്ങൾ പോകണമെങ്കിൽ മെയിൻ വേണ്ട സാധനമാണ്. നിങ്ങൾ ബിസിനസ് ഫാക്ടറിക്കാർക്ക് ആരെടുത്താണ് നിങ്ങൾ എന്ത് ബിസിനസ് നിങ്ങൾ സോഴ്സിങ്ങിന് പോകണമെങ്കിലൊക്കെ വിചാറ്റ് ആണ്. വിചാറ്റ് മെയിൻ ആണ്. അലിപേയും വിചാറ്റ്.